സ്വന്തം നാടൻ പെണ്ണ് ഞങ്ങളൊരു യാത്ര പോകാൻ ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഉത്രാടിക്കാവ് അമ്പലത്തിലാണ്. നട തുറന്നിട്ടേ ഉള്ളൂ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൂരമൊക്കെ കഴിഞ്ഞു, ശാന്തമായിട്ടിരിക്കുന്നു. ഞങ്ങൾ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ പോസ്റ്റ് ചെയ്യാം. മൊത്തത്തിൽ നല്ല കാഴ്ച, സുന്ദരമായ കാഴ്ച. അമ്പലത്തിൻ്റെ ബാക്കിലൂടെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാം നമുക്ക്. പണ്ട് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു നേരിട്ട് കാണാൻ. ഇപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റി. നോക്കാം. ദേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ചൂടായതുകൊണ്ട് നല്ലതാ. കരിക്കോ ജ്യൂസോ എന്തെങ്കിലും കുടിക്കണം. ഇത് ഏത് റൂട്ടാണ്? ഷൊർണൂർക്ക് പോവാം, പട്ടാമ്പി പോവാം, പാലക്കാട് പോവാം, എങ്ങോട്ട് വേണേലും പോവാം. ഇല്ല പാലക്കാട് വേറെ കയറി പോവാം. ദേ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിതാ, നോക്ക്, നല്ല ഭംഗിയുണ്ട്. പായസം വേണം, മുളയരി പായസം ഉണ്ട് കേട്ടോ അവിടെ. മുളയരി പായസം. പായസം വേണ്ട, എന്തെങ്കിലും വെള്ളം കുടിക്കണം. ഇപ്പൊ നമ്മൾ കണ്ട അമ്പലമാണ് അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പന്റെ അമ്പലം. അങ്ങനെ പറയുന്നതാണല്ലോ എളുപ്പം. എന്താ വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല. കരിക്കുണ്ട് അവിടെ, ദാ കരിക്കട. അവിടുന്ന് ഒരു കരിക്ക് കുടിക്കട്ടെ. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചു. അതിനുശേഷം ദാ ഒരു കാടിന്റെ അകത്തോട്ടാണ് പോകുന്നത്. എനിക്കറിയില്ല എങ്ങോട്ടാണെന്ന്. ഇത് അകമല തന്നെയാണ്. അകമലയല്ലേ? ഇത് അകമല തന്നെയാണ്. കാടാണ് രണ്ട് സൈഡ്. അകമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കടക്കുകയാണ്. ഇതാ നല്ല മനോഹരമായ ഒരു വാഴത്തോട്ടം. ഇതേ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇരുട്ടായി തുടങ്ങി. ഇവിടെ അടുത്താണ് കുറ്റിയങ്കാവ് അമ്പലം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഒന്ന് പോയി നോക്കട്ടെ. തൃശ്ശൂരിന്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ, അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇവിടെ. അമ്പലങ്ങളും പൂരങ്ങളും, എപ്പോഴും ആഘോഷങ്ങളാണ് ഇവിടെ. പള്ളികളിലാണെങ്കിൽ അങ്ങനെ തന്നെ, അമ്പലങ്ങളിലാണെങ്കിൽ പൂരം. നമ്മുടെയൊക്കെ നാട്ടില് ഉത്സവം എന്ന് പറയും, ഇവിടെ കൂടുതലും പൂരം എന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂർ പൂരം വരുന്നുണ്ട് മെയില്. നമുക്ക് കൂടാൻ പറ്റുമോ നോക്കണം. സന്ധ്യാസമയത്ത് നാട്ടിൻപുറത്തെ അമ്പലം, പാടം, അമ്പലക്കുളം, ഇവിടുന്ന് വരുന്ന പാട്ട്, നല്ലൊരു അന്തരീക്ഷമാണതല്ലേ. കേരളത്തിന്റെ പഴമ നഷ്ടപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മളത് പലപ്പോഴും കാണാതെ പോവുകയാണല്ലേ.
നമ്മളങ്ങനെ കുറ്റിയങ്കാവ് അമ്പലത്തിലെത്തി. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്, അന്ന് നല്ല പച്ചപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്ന പാടമാണ്. സന്ധ്യയാണ്, ദീപാരാധനയുടെ സമയമാണ്. നമുക്ക് തൊഴുതിട്ട് വരാം. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനേ കേറിയിട്ടുള്ളൂ. തൊഴുതിറങ്ങി. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, ഇടി കുടുങ്ങുന്നുണ്ട്, ചിലപ്പോ ഒരു മഴയ്ക്ക് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നിക്കട്ടെ. വീണ്ടും കാണാം. അവൻ ഷോപ്പിലേക്കും ഞാൻ വീട്ടിലേക്കും പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ, ബൈ.